അതിർത്തിയിൽ വീണ്ടും പാകിസ്ഥാന്റെ പ്രകോപനം. ഇത്തവണ കരമാർഗമല്ല, ആകാശത്തിലൂടെ ഡ്രോൺ കൂട്ടങ്ങളെ അയച്ചാണ് ശത്രുവിന്റെ നീക്കം. എന്നാൽ ഇന്ത്യൻ ആകാശപരിധി ലംഘിച്ചെത്തിയ പറക്കും യന്ത്രങ്ങളെ വെടിയുതിർത്ത് തുരത്തിയിരിക്കുകയാണ് നമ്മുടെ സൈന്യം. ജമ്മു കാശ്മീരിലെ രജൌറിയിലുള്ള നൌഷേര സെക്ടറിലാണ് സംഭവം. നിയന്ത്രണ രേഖയ്ക്ക് മുകളിലൂടെ സംശയാസ്പദമായ സാഹചര്യത്തിൽ പറന്ന പാകിസ്ഥാൻ ഡ്രോണുകൾക്ക് നേരെ ഇന്ത്യൻ സൈന്യം ശക്തമായ പ്രഹരമേൽപ്പിച്ചു. നിരവധി റൗണ്ട് വെടിയുതിർത്തതോടെ ഡ്രോണുകൾ പിൻവാങ്ങി. പൂഞ്ച്, മാൻകോട്ട്, റിയാസയിലെ ഭരക് ഗ്രാമം തുടങ്ങിയ 5ഓളം മേഖലകളിൽ ഒരേ സമയം ഡ്രോണുകളുടെ സാന്നിധ്യം കണ്ടെത്തിയത് സുരക്ഷാ ഏജൻസികളെ അതീവ ജാഗ്രതയിലാക്കിയിട്ടുണ്ട്. ഈ ഡ്രോണുകൾ വഴി ആയുധങ്ങളോ മയക്കുമരുന്നോ ഇന്ത്യൻ മണ്ണിലേക്ക് നിക്ഷേപിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ അതിർത്തി ഗ്രാമങ്ങളിൽ വൻതോതിലുള്ള തിരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഡ്രോണുകളുടെ സഞ്ചാരപാത നിരീക്ഷിച്ച അധികൃതർ ശത്രുക്കളുടെ ഒളിത്താവളങ്ങൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അതിർത്തി പ്രദേശങ്ങളിൽ പാക് ഡ്രോണുകളുടെ സാന്നിധ്യം വർദ്ധിച്ചു വരികയാണ്. കഴിഞ്ഞ ശനിയാഴ്ച സാംബ സെക്ടറിൽ നിന്നും പിസ്റ്റളുകളും ഗ്രനേഡുകളും ഉൾപ്പെടെയുള്ള വൻ ആയുധ ശേഖരം സൈന്യം പിടികൂടിയിരുന്നു. ഡ്രോണുകൾ വഴി ആകാശമാർഗമാണ് ഈ ആയുധങ്ങൾ അതിർത്തി കടത്തിവിട്ടതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. അതിർത്തിയിലെ സുരക്ഷാ സംവിധാനങ്ങളെ മറികടക്കാൻ പാകിസ്ഥാൻ ഡ്രോണുകളെ ഒരു പ്രധാന ആയുധമായി മാറ്റുന്നു എന്നാണ് ഇത് തെളിയിക്കുന്നത്. രാജ്യം റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിലേക്ക് കടക്കാനിരിക്കെ ജമ്മു മേഖലയിൽ അശാന്തി പടർത്താനുള്ള ആസൂത്രിതമായിട്ടുള്ള നീക്കമായിട്ടാണ് പ്രതിരോധ വിദഗ്ധർ ഇതിനെ കാണുന്നത്. ആഘോഷങ്ങൾ തടസ്സപ്പെടുത്താനും ഭീകരപ്രവർത്തനങ്ങൾക്ക് സഹായം എത്തിക്കാനുമാണ് ഇത്തരം ഡ്രോൺ നീക്കങ്ങളിലൂടെ പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നത്. ഇതിനെ തുടർന്ന് അതിർത്തിയിലുടനീളം BSFും സൈന്യവും ഹൈ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്, ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആധുനിക ആന്റി ഡ്രോൺ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇത്തരം ഭീഷണികളെ നേരിടാൻ രാജ്യം ഇപ്പോൾ സജ്ജമാണ്. ശത്രുക്കളുടെ ഏതു തരം നീക്കങ്ങളെയും പ്രതിരോധിക്കാൻ ഇന്ത്യൻ സൈന്യം സുസജ്ജമാണ്. സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വെല്ലുവിളിക്കാൻ നോക്കുന്നവർക്ക് തോക്കിൻ കുഴലിലൂടെ തന്നെയായിരിക്കും സൈന്യം മറുപടി നൽകുക. അതിർത്തി കടന്നെത്തുന്ന ഓരോ ഡ്രോണും തകർക്കപ്പെടുന്നത് രാജ്യത്തിന്റെ സുരക്ഷാ ബോധ്യത്തിന്റെ കൂടി തെളിവാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.